മഴയിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചത്. ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യ്. എല്ലാ വസ്തുക്കളെയും അല്ലാഹു തആല സൃഷ്ടിച്ചത് വെള്ളത്തിൽ നിന്നാണ്. വെള്ളം നമുക്കൊരു ഭാഗമാണ്. മനുഷ്യനെ സൃഷ്ടിച്ചത് വെള്ളത്തിൽ നിന്നാണ്. അപ്പൊ സകല വസ്തുക്കളെയും അല്ലാഹു തആല സൃഷ്ടിച്ചത് വെള്ളത്തിൽ നിന്നാണ്. ഈ ഭൂമി മുഴുവൻ ആദ്യം വെള്ളത്തിലായിരുന്നു. അപ്പൊ ആ ഭൂമിയുടെ നടുക്ക് ഭാഗമാണ് ചെറിയ കുമിളകൾ പോലെ ഉത്ഭവപ്പെടുകയും അവിടെയാണ് പരിശുദ്ധമായ കഅബയെ അല്ലാഹു തആല ലോകത്ത് സമ്മാനിക്കുകയും ചെയ്തത്. അപ്പൊ ലോകത്ത് ഭൂമിയുടെ മധ്യം എന്ന് പറയുന്നത് പരിശുദ്ധമായ കഅബയാണ്. ബാക്കിയെല്ലാം വെള്ളത്താൽ ചുറ്റപ്പെട്ടതാണ്. അവിടെ നിന്നാണ് ഭൂമിക്ക് മണ്ണ് തുടക്കം കുറിച്ചത്. അപ്പോൾ പരിശുദ്ധമായ കഅബ ഈ ഭൂമിയുടെ മധ്യഭാഗത്താണ് നിലകൊള്ളുന്നത്. ഈ ഭൂമി അല്ലാഹു തആല വെള്ളം കൊണ്ടാണ് ചുറ്റപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ കടൽ തീരത്ത് പോകുമ്പോൾ സാധാരണ തിരമാലകളെ കാണാറുണ്ട്. കടലിൻ്റെ കരയിൽ പോയി നിന്ന് കടലമ്മയെക്കുറിച്ച് എഴുതാറുണ്ട്. അവിടെ പോയിരുന്ന് വിശ്രമിക്കാറുണ്ട്, കാല് നനയ്ക്കാറുണ്ട്. നിങ്ങൾ ആ കടലിൻ്റെ പരിസരത്ത് നിന്നിട്ട് അങ്ങ് ആഴത്തിലേക്ക് നിങ്ങൾ നോക്കണം. നമ്മളെക്കാൾ 6 അടി മുകളിൽ പൊങ്ങി നിൽക്കുകയാണ്, ഉയർന്നു നിൽക്കുകയാണ് ഈ പറയുന്ന സമുദ്രം. നമ്മളെക്കാൾ ഉയരത്തിലാണ്, ഭൂമിയേക്കാൾ ഉയരത്തിൽ നിൽക്കുകയാണ്. നാളെ ഒരു സമയത്ത് അള്ളാഹുവിൻ്റെ കോപം ഇറങ്ങിയാൽ, പടച്ചവൻ കാക്കട്ടെ, ആ വെള്ളത്തോട് പറയും മൊത്തത്തെ മൂടിയെടുക്കാൻ, പൊതിഞ്ഞു കളയാൻ. അതിനാ ഒരു മട്ടിലാണ് അള്ളാഹു തആല നിർത്തിയിരിക്കുന്നത്. അപ്പോൾ വെള്ളം നമുക്കറിയാമല്ലോ. നിങ്ങളുടെ നാട് തന്നെ, നമ്മുടെ നാട്ടിൽ മഴയില്ല. ഞാനിപ്പോൾ ഇവിടെ ഈ രാവിലെ മുതൽ ഈ മഴ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് വലിയ അത്ഭുതവും അതിശയവും തോന്നുന്നു. നമ്മുടെ നാട്ടിലേക്ക് ഇത് അങ്ങോട്ട് പറഞ്ഞു വിട്ടാലോ എന്ന് ആലോചിക്കുക. അങ്ങോട്ട് കിട്ടിയാൽ വളരെ ഉപകാരം. അവിടെ ഭയങ്കരമായ വെയിൽ, ചെറുതായിട്ട് ഒന്ന് ചാറുന്നു എന്നല്ലാതെ ഇവിടെ രാവിലെ മുതലേ മഴയാണ് എന്നൊക്കെ കേട്ടപ്പോൾ വലിയ അത്ഭുതം. നമ്മുടെ മഴയുടെ ശബ്ദം കേട്ട് കിടക്കാനും ഇരിക്കാനും ഒക്കെ നല്ല സുഖമാണല്ലോ. പക്ഷേ ഈ മഴ കൂടിയാലോ നമുക്ക് തന്നെ നാശമാണ്. വെള്ളം കൊണ്ട് അത് നാശം തന്നെയാണ്. നിങ്ങൾക്ക് തന്നെ കഴിഞ്ഞ വർഷം അതൊക്കെ അനുഭവത്തിൽ നമ്മൾ വന്നതാണല്ലോ. പടച്ചവൻ അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ വെള്ളം കൂടിയാലും മഴ കൂടിയാലും നമുക്ക് ദുആ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന, അനുകൂലമാക്കി തരണം അല്ലാ, പ്രതികൂലമാക്കരുത് അല്ലാ. അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, മാന്യമായിട്ട് അനുകൂലമായ നിലയിലുള്ള മഴ നീതാ പടച്ചവനെ. ഇതെല്ലാത്തിനും നമുക്ക് ഹദീസും ആയത്തുകളും ഒക്കെ അള്ളാഹും റസൂലും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മൾ ചൊല്ലാറില്ല. കൊടുങ്കാറ്റടിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ ഹാദിഹി റീഹി വ ഖൈറ മാ ഫിഹാ വ നഊദു ബിക മിൻ ശർരി ഹാദിഹി റീഹി വ ശർരി മാ ഫിഹാ. നമ്മൾ ദുആ ചെയ്യണം. നമ്മുടെ ബാധ്യത അതാണ്. ബാക്കിയൊക്കെ സംരക്ഷിക്കുന്ന അല്ലാഹുവാണ്. ഭയങ്കരമായ കാറ്റ്, ഈ കാറ്റ്, ഭയങ്കര കാറ്റ്, നീ സൂക്ഷിക്കണം. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇവിടുന്ന്, അതല്ല ദുആ. ദുആ പഠിപ്പിച്ചു തരുന്നു. ഭയങ്കരമായ കാറ്റടിക്കുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ ഹാദിഹി റീഹി, പടച്ചവരെ ഈ കാറ്റിൽ നിന്ന് നിന്നോട് നന്മ ചോദിക്കുന്നു ഞങ്ങൾ. ഈ കാറ്റിൽ നീ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ നന്മകളും നിന്നോട് ചോദിക്കുന്നു. ഈ കാറ്റിൽ നീ സൃഷ്ടിച്ചിട്ടുള്ള തിന്മകളെ തൊട്ട്, ഈ കാറ്റ് കൊണ്ടുണ്ടാകുന്ന നാശത്തെ തൊട്ട് നിന്നോട് കാവൽ ചോദിക്കുന്നു അല്ലാഹ്. വഅഊദു ബിക മിൻ ശർരി ഹാദാ റീഹി വ ശർരി മാ ഫിഹാ. അപ്പൊ ഈ കാറ്റിൽ നീ സൃഷ്ടിച്ചിട്ടുള്ള ഷർറുകളെ തൊട്ട് നിന്നോട് കാവൽ ചോദിക്കുന്നു അല്ലാഹ് എന്ന് നമ്മൾ ദുആ ചെയ്യണം. പക്ഷെ ആരങ്ങനെ ദുആ ചെയ്യാറുണ്ടോ? ദുആ ചെയ്യാറില്ല. ഇടി വെട്ടുമ്പോൾ അത് റസൂലുള്ളാഹി പഠിപ്പിച്ച വാക്കാണ്. സുബ്ഹാന മൻ യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖീഫതി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഭയങ്കരമായി ഇടി വെട്ടുമ്പോൾ, മിന്നലുണ്ടാകുമ്പോൾ നമുക്ക് ദുആയാണ്. അത് പഠിപ്പിച്ചു തരികയാണ് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എവിടെയാണ് നമുക്ക് പഠിപ്പിച്ചു തരാതെ പോയത്? ഏത് ഭാഗത്താണ് നമുക്ക് അള്ളാഹുവിന്റെ റസൂലിന് വിട്ടുപോയത്? നിങ്ങളൊന്ന് പറയും. രാവിലെ എഴുന്നേൽക്കുന്ന സമയം മുതൽ, കിടക്കപ്പായയിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയം മുതൽ വീണ്ടും ആ ബെഡ്റൂമിലേക്ക്, ആ പായയിലേക്ക് മടങ്ങുന്ന സമയം വരെ ഒരു മനുഷ്യന്റെ നിത്യജീവിതത്തിൽ ചെയ്തു കൂട്ടേണ്ട സകല നന്മകളെ കുറിച്ചും ആദരവായ റസൂലുള്ളാഹി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ ചെയ്യാറില്ല. എന്നിട്ട് എന്തെങ്കിലും ഒരു വിപത്ത് വരുമ്പോൾ അള്ളാഹുവിനെ കുറ്റം പറയാൻ. ഉബൈദി സാഹിബ് എന്ന് പറഞ്ഞു, മഴ ഇല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ആളോട്, ഈ ഇല്ലായിരുന്നെങ്കിൽ എന്നൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. നമ്മളിപ്പോൾ സാധാരണ വാഹനം ഓടിച്ചു പോകുന്നു, ഒരാൾ അപകടം സംഭവിച്ചു,
അപകടത്തിൽ നിന്ന് പെട്ടെന്ന് അവൻ രക്ഷപ്പെട്ടു, നൊടിയിടയിൽ രക്ഷപ്പെടുക. നമ്മളൊക്കെ യൂട്യൂബിലൊക്കെ കാണുമല്ലോ, ചില വണ്ടിയൊക്കെ ഇടിക്കുമ്പോൾ മരണം മുന്നിൽ കണ്ടു, തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. അപ്പൊ നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, അത് തിരിച്ചു പിടിച്ചത് കൊണ്ട് രക്ഷപ്പെട്ടു. അപ്പൊ മറ്റൊരാൾ പറയും, അവൻ എന്നെ കൂറ്റമ്പാറയിൽ വെച്ച് എന്നെ വിളിച്ചതാണ്, ഞാനും കൂടെ വരാൻ, എനിക്കൊരു ലിഫ്റ്റ് തരാമെന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ പോയില്ല, ഞാൻ പോകാതിരുന്നത് കൊണ്ട് രക്ഷപ്പെട്ടു. അതങ്ങനെ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു, അത് ഇങ്ങോട്ട് പിടിച്ചത് കൊണ്ട് രക്ഷപ്പെട്ടു. ആ ഒരു വാക്ക് ശൈത്താന്റെ വാക്കാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അപ്പൊ അതങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഒരിക്കലും അത് പറയാൻ പാടില്ല. നിയമം അനുസരിച്ച്, ഇസ്ലാമിക നിയമമാണത്, അങ്ങനെ പറയാൻ പാടില്ല. കർക്കിടക വാവായത് കൊണ്ടാണ് മഴ, ജൂൺ 1 കൊണ്ടാണ് മഴ, ഈ ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അത് കുഫാറുകളുടെ വാദമാണ്, നമുക്ക് ആ വാദമില്ല. മുത്തിർന ബിനൗഇ കദാ വ കദാ, ഇന്ന നക്ഷത്രമായത് കൊണ്ടാണ്, ഇന്ന ഇതായത് കൊണ്ടാണ്, ഇന്ന മാസമായത് കൊണ്ടാണ് ഈ മഴ വന്നത്, മഴ പെയ്തത്, ഇങ്ങനെ ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഇത് അല്ലാഹുവിന്റെ റഹ്മത്താണ്, അതായിട്ട് നമ്മളെ പഠിപ്പിച്ചത്. അള്ളാഹുവിന്റെ റഹ്മത്താണ്, അതാണ് നമ്മൾ പഠിപ്പിച്ചത്. മഴ ഉള്ള സമയത്ത് ഒരു കാര്യത്തിന് തുടക്കം കുറിച്ചാൽ അതിൽ വലിയ ഖൈറാണ്, വലിയ ബർക്കത്താണ്, വലിയ കാര്യമാണത്. അതുകൊണ്ടൊരു മഴ എന്ന് പറയുന്നത് ഒരു ദുശ്ശകുനമല്ല. മഴ, ഇത് മഴയാണല്ലോ, എങ്ങനെ പരിപാടി നടക്കും? എനിക്ക് തോന്നുന്നൊരു വാള് വെച്ചാല് ഈ മഴയത്ത് ആരും വരൂല. ഇതിപ്പോ ആളുകളിപ്പോ അതിന് മുമ്പ് ഇവിടെ എത്തിയില്ലേ? നമ്മളിപ്പോ ഇത്രയും ഒരു സെറ്റപ്പ് ഇവിടെ നടത്തി. ഞാനിപ്പോ ആലോചിക്കുകയും ചെയ്തു, ഉബൈദ് സാഹിബിനോട് ചോദിച്ചു, ഇപ്പൊ ഈ സെറ്റപ്പ് നടത്തിയില്ലായിരുന്നെങ്കിൽ ഈ മഴയത്ത് എന്ത് ചെയ്യുമായിരുന്നു? ഈ വലിയ പന്തല് കെട്ടി 10 ലക്ഷത്തിന്റെ ഒക്കെ ചെലവ് നടത്തിയിട്ട് ഈ 10,000-1000-ങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഭയങ്കരമായ ശ്വാസം പിടിച്ചിട്ടുള്ള പ്രഭാഷണം ഒന്ന് നടത്തിയത് കൊണ്ട് വലിയ പുണ്യമില്ലാന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇപ്പൊ വേടന്റെ പിന്നാലെയല്ലേ എല്ലാവരും പോണത്. ഈ 10,000-കണക്കിന് മലപ്പുറത്ത് മക്കൾ പോകുന്നത് വേടന്റെ വാത് കേൾക്കാനല്ലേ. നമ്മുടെ താത്താമാരടക്കം പോയി ഇത് സെൽഫി എടുക്കല്ലേ. ഒരു നാണമുണ്ടോ ഈ പെണ്ണുങ്ങൾക്ക്? എത്ര വാത് കേട്ടതാ, എത്ര മൗലവിമാരുടെ വാത് കേട്ടതാ? അവന്റെ ഫോട്ടോ വരച്ച് അവന് കൊണ്ടുപോയി കൊടുത്ത് അവനെ ആലിംഗനം ചെയ്ത് അവന്റെ കൂടെ നിന്ന് സെൽഫി എടുത്ത് എന്തോ വലിയ ഒരു ക്രെഡിറ്റ് കിട്ടുന്നത് പോലെയാണ് നമ്മുടെ സഹോദരിമാർ ആഗ്രഹിക്കുന്നത്. എന്താ ഇതിന്റെ കാരണം എന്നറിയോ? ഇൽമില്ല. അല്ലാഹ് ആരെന്നറിയില്ല, റസൂലുള്ളാഹി ആരെന്നറിയില്ല. റസൂലുള്ളാഹി തങ്ങളെ കാണാൻ പെണ്ണുങ്ങൾ ഇഷ്ടപ്പെട്ടു. ബൈഅത്ത് ചെയ്യാൻ വേണ്ടി പെണ്ണുങ്ങൾ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നു. അള്ളാന്റെ റസൂൽ പറഞ്ഞു, മറയ്ക്കപ്പുറത്ത് നിൽക്ക്, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ആ പറഞ്ഞു തരുന്ന വാചകങ്ങൾ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചൊല്ലണം. റസൂലുള്ളാഹി തങ്ങൾ ആ പെണ്ണുങ്ങളോട് പറഞ്ഞു, അല്ല റസൂലെ, അങ്ങയുടെ കൈക്ക് പിടിച്ച് ഞങ്ങൾക്കൊന്ന് ബൈഅത്ത് ചെയ്യണം, ഞങ്ങളുടെ ആഗ്രഹം അതാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇസ്ലാമിൽ അതില്ല മക്കളെ, ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമം ഇല്ല. അന്യ പെണ്ണുങ്ങളുടെ കൈക്ക് പിടിക്കാൻ നമുക്ക് അനുവാദം ഇല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നത് പോലെ നിങ്ങൾ പറഞ്ഞാൽ മതി, എന്റെ കയ്യിൽ നിങ്ങൾ പിടിച്ചതുപോലെയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുത്തു. സൂറത്തുൽ മുംതഹിന ആയത്ത് ഇവിടെ പഠിപ്പിക്കുന്നുണ്ടത്, വെറുതെ പറഞ്ഞ കാര്യമല്ല അത്. അവരാഗ്രഹിച്ചു റസൂലുള്ളാഹി തങ്ങളെ ഒന്ന് തൊടാൻ, അവരാഗ്രഹിച്ചു റസൂലുള്ളാഹി ഒന്ന് നേരിട്ട് കാണാൻ, അവരാഗ്രഹിച്ചു റസൂലുള്ളാഹി തങ്ങൾ നമ്മുടെ കൈയോടൊന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ എന്ന് അവരാഗ്രഹിച്ചു. പക്ഷേ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇല്ല, ഒരിക്കലുമില്ല. ഇസ്ലാമിക നിയമം അനുസരിച്ച് അന്യ ഒരു പെണ്ണിന്റെ കൈക്ക് പിടിക്കൽ നമുക്ക് അനുവദനീയമല്ല. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചിരുന്നത്. ഇനി നമ്മൾ ചേർത്ത് അവനെ കെട്ടിപ്പിടിക്കുന്നു, അല്ലെങ്കിൽ ഒരു അന്യപുരുഷനെ കെട്ടിപ്പിടിക്കുന്നു, ചേർന്ന് നിൽക്കുന്നു, സെൽഫി എടുക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, ഹഗ് ചെയ്യുന്നു, ആലിംഗനം ചെയ്യുന്നു, ഇതൊന്നും ഒരു വിഷയമല്ല. ഇവർക്കത് ഫേസ്ബുക്കിൽ തിളങ്ങി നിൽക്കണം, അവർക്കത് റീച്ച് കിട്ടണം, അത് 10 പേര് കാണണം, അത് ഷെയർ ചെയ്യണം, ഇതാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് ദീനല്ല, അത് ദുനിയാവ്. അതുകൊണ്ട് ദീനും ദുനിയാവും വേർതിരിച്ച് നമ്മൾ പഠിക്കണം. അതിന് ഈ വലിയ സദസ്സുകൾ സംഘടിപ്പിച്ചതുകൊണ്ട് കാര്യമാവില്ല, ഒരിക്കലാവൂല. നബീല റസൂലുള്ളാഹി തങ്ങളോട് പെണ്ണുങ്ങൾ വന്നിട്ട് പറഞ്ഞു, സ്വഹാബത്ത് വനിതകൾ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഗലബനാ അലൈക അർരിജാലു, ഞങ്ങളെക്കാൾ പുരുഷന്മാർ എത്രയോ ഉയർന്ന പദവികളിലേക്ക് എത്തിയിരിക്കുന്നു. അവരെല്ലാ ക്ലാസ്സുകളിലെ ദീനിന്റെ സദസ്സുകളിലൊക്കെ അവർ പങ്കാളിത്തം വഹിക്കുന്നു. ഞങ്ങൾ സ്ത്രീകളാണ്, ഞങ്ങൾക്കിത് പഠിക്കാൻ ഒരു അവസരമോ ഒരു സാഹചര്യങ്ങളോ ഇല്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലെ, ഞങ്ങൾക്ക് നിങ്ങൾ ഒരു ദിവസം ഇതിനു വേണ്ടി സംഘടിപ്പിച്ച് തരണം. ആദരവായ റസൂലുള്ളാഹി തങ്ങളോട് ബഹുമാനപ്പെട്ട സഹോദരിമാർ, സ്വഹാബത്ത്, വനിതകൾ വന്ന് പറയാണ്, ഞങ്ങൾക്ക് ഇൽമു കേൾക്കണം, പഠിക്കണം, അതിന് ഞങ്ങൾക്കൊരു അവസരം ഉണ്ടാക്കി തരണം റസൂലെ, അങ്ങ് വരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് വവഅദഹുന്ന വലഖിയഹുന്ന വവഅലഹുന്ന വഅമറഹുന്ന,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് വാക്ക് കൊടുത്തു, ഞാൻ വരാം, ഞാൻ നിങ്ങൾക്ക് ഉപദേശം നൽകാം, ഞാൻ നിങ്ങളെ ദീനിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം. ഇജ്തമഅന ഫീ മകാനിൻ കദാ വകദാ, ഒരു സ്ഥലത്ത് നിങ്ങൾ ഒരുമിച്ച് കൂട്, ഞാൻ അവിടേക്ക് വരാം, വന്നിരുന്ന് നിങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു തരാം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്ത് പെണ്ണുങ്ങൾ പോയി ചോദിച്ചാണ്, ആവേശത്തോടെ ചോദിച്ചു, അയ്യുല്ലനാ യൗമുൻ നതഅദു ഫീഹി യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് എപ്പോഴാണ് ഒന്ന് വഅദ് പറഞ്ഞു തരിക, ഞങ്ങൾക്ക് എപ്പോഴാണ് ഒരു വഅദ്? നിങ്ങൾ ആരെങ്കിലും ഈ നിലമ്പൂർ അല്ലെങ്കിൽ ഈ കൂറ്റമ്പാറ ഈ പ്രദേശത്തുള്ള ഏതെങ്കിലും ഒരു പെണ്ണുങ്ങള് ഉബൈ സാഹിബെ കുറെ നാളായല്ലോ വഅദ് വെച്ച് ദീനിന്റെ മജ്ലിസ് കൂട്ടിയിട്ട് കുറെ നാളായല്ലോ, എന്തേ ഒരു ഇൽമിന്റെ മജ്ലിസ് ഒന്ന് സംഘടിപ്പിച്ചുകൂടെ എന്ന് ഏതെങ്കിലും പെണ്ണുങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ചുമ്മാ തള്ളി വിടുകയാണ്. ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചോ? പരിപാടി ഇല്ലെന്ന് ചോദിച്ചത്, അത് മറ്റേ ആ വലിയ പരിപാടിയാണ്. ആ വലിയ പരിപാടി ഇല്ലെന്നാ സാഹിബിനോട് ചോദിച്ചത്. കാരണം 2013 മുതലുള്ള ഇവിടെ എല്ലാ പരിപാടിക്കും ഞാനും ഉണ്ട്. ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോകണം, 2013 ഖുർആന്റെ ഒക്കെ വലിയ പരിപാടിയൊക്കെ നടന്ന സംഭവമേ. 13 എത്ര വർഷമായി? 10-15 വർഷമായി. അതൊക്കെ കഴിഞ്ഞു പോയ രംഗം 10-12 വർഷത്തോളം ആയില്ലേ. അപ്പൊ ആ പരിപാടി ഇല്ലെന്നായിരിക്കും ചോദിക്കുക. ഈ വലിയ പരിപാടികളൊക്കെ നമ്മൾ ഈ കൂറ്റമ്പാറ പ്രദേശത്തുള്ള ഒരുപാട് അതിന്റെ സദസ്സുകളൊക്കെ നമ്മൾ പങ്കെടുത്തു, അതിലൊക്കെ ഒരുമിച്ച് കൂടി. പക്ഷെ നമുക്ക് റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് സഹാബത്ത് വനിതകൾ വന്ന് ചോദിച്ചത്, ഞങ്ങൾ കുറച്ച് ഇൽമു പഠിപ്പിച്ച കുറച്ച് ക്ലാസ് എടുത്തതാ, അതിന് ഇതേപോലെ കുറച്ച് പേരെ ഒരുമിച്ച് കൂട്ടിയിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. അതിന് വലിയ മാറ്റം ഉണ്ടാവും, വലിയ ഖൈർ ഉണ്ടാവും, വലിയ ബർക്കത്ത് ഉണ്ടാവും. ഞാൻ വർഷങ്ങളായിട്ട് കൊല്ലം ജില്ലയിൽ കണ്ണനല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ക്ലാസ് എടുക്കുമായിരുന്നു. വർഷങ്ങളായിട്ട് എല്ലാ മാസത്തിലും 2 ദിവസം അവിടെ ക്ലാസ് എടുക്കുമായിരുന്നു. ഒരുപാട് സഹോദരിമാർ, ഒരുപാട് സഹോദരങ്ങൾക്ക് ധാരാളം അതിൽ നിന്ന് പഠിക്കാൻ മനസ്സിലാക്കാൻ കഴിയും. ധാരാളം ഇൽമ് അതിൽ നിന്നൊക്കെയാണ് ഞാൻ ഈ മണിയറ രഹസ്യങ്ങൾ, ഈ കുടുംബ ജീവിതങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ക്ലാസ്സായിട്ട് ഇൻഡോറിൽ ഇതേപോലെ ഓഡിറ്റോറിയത്തിൽ പറഞ്ഞു കൊടുത്തത്. അത് പിന്നെ ഈ യൂട്യൂബ് വന്നപ്പോൾ അത് പരസ്യമായി, അത് പിന്നെ അങ്ങനെയായി ഇങ്ങനെ. പക്ഷെ അതെല്ലാം രഹസ്യമായ ക്ലാസ്സുകളായിരുന്നു. എല്ലാം ഇൻഡോറിലായിരുന്നു, ഔട്ട്ഡോറിലായിരുന്നില്ല. പക്ഷെ അതുകൊണ്ട് ഒരുപാട് പേർക്ക് നേട്ടങ്ങൾ ഉണ്ടായി. അപ്പൊ റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്ത് വനിതകൾ വന്ന് ചോദിച്ചു, നബിയെ ഞങ്ങൾക്ക് എപ്പോഴാ ഇൽമു പഠിപ്പിച്ചു തരിക? അയ്യുല്ലനാ യൗമുൻ നതഅദു ഫീഹി യാ റസൂലല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇജ്തമഅന ഫീ മകാനിൻ കദാ വകദാ, ഒരു സ്ഥലത്ത് നിങ്ങൾ ഇരിക്ക്, ഞാൻ അവിടെ വന്ന് നിങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചു തരാം. അതാണ് നല്ലത്. ഒരു സ്ഥലത്ത് നിങ്ങൾ ഒരുമിച്ച് കൂട് സഹോദരിമാരെ. ഇൽമു പഠിക്കണ്ടേ? നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? നമുക്ക് കുറെ ഭൗതികമായ വിദ്യാഭ്യാസമല്ല നമുക്ക് വേണ്ടത്, അതൊക്കെ വേണം. അത് ദുനിയാവിന് വേണ്ടിയുള്ള ഇൽമാണ്. നമ്മളിപ്പോൾ ഡോക്ടറിന് പഠിച്ചാലും എഞ്ചിനീയറിന് പഠിച്ചാലും നഴ്സിംഗിന് പഠിച്ചാലും എന്തെല്ലാം BBA പഠിച്ചാലും MTech പഠിച്ചാലും MBA പഠിച്ചാലും ഇതൊന്നും ആഖിറത്തിൽ ഇതിനെക്കുറിച്ച് മൻഫഅത്തില്ല. ഒരു മൻഫഅത്തും ആഖിറത്തിലില്ല. ഇതൊക്കെ ദുനിയാവിൽ നമുക്ക് ഗുണമുണ്ടാവാം, ഫുലൂസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അല്ലാതെ വേറൊന്നുമില്ല. നമ്മുടെ മയ്യത്ത് ഖബറിൽ കൊണ്ടുവച്ചാല് നീ BBA പഠിച്ചവനാണോ, MDA പഠിച്ചവനാണോ, MTech പഠിച്ചവനാണോ, MBBS കാരനാണോ, ഇതൊന്നും അവിടെ ചോദ്യമില്ല. ഖബറില് ഇൽമു പഠിച്ചിട്ട് ആരാ റബ്ബെന്ന് നീ പഠിച്ചിട്ടുണ്ടോ? മൻ റബ്ബുക, ആരാ നിന്റെ റബ്ബ് എന്ന ചോദ്യത്തിന് നമ്മൾ എന്താ മറുപടി പറയുക? റബ്ബി അല്ലാ, എന്റെ റബ്ബ് അല്ലാഹു എന്ന് ഞാൻ ഇപ്പോ പറയും. ഞാൻ നിങ്ങൾക്ക് പ്രസംഗിച്ചു തരും, ഒരുപക്ഷെ നിങ്ങൾ അത് കാണാതെ പിടിച്ചു വെക്കും. പക്ഷെ നമുക്ക് ഖബറിനകത്ത് ചെല്ലുമ്പോൾ അത് നമുക്ക് റബ്ബി അല്ലാ, എന്റെ റബ്ബ് നീയാണ് എന്ന് പറയാൻ ഒരുപക്ഷെ നമുക്ക് മനസ്സ് വന്നുകൊള്ളണമെന്നില്ല. അതാണ് അതിന്റെ അർത്ഥം. നമ്മൾ കാണാതെ പിടിച്ചതുകൊണ്ട് ഖബറിനകത്ത് അവിടെ ക്വസ്റ്റ്യനും അവിടെ ഇന്റർവ്യൂ അല്ല നടക്കാൻ പോകുന്നത്. ഇത് കാണാതെ പിടിച്ചു വെച്ചിട്ട് പഠിക്കാനുള്ള സംഭവം അല്ല. അത് പ്രാവർത്തികമാക്കിയാൽ അത് സ്വാഭാവികമായിട്ട് നമുക്ക് തരും. ഇപ്പൊ തുമ്മി അൽഹംദുലില്ലാ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമ്മളങ്ങ് പറഞ്ഞു പോകുന്നതാണ്, അല്ലേ? നിങ്ങൾ ആരെല്ലാം ഒന്ന് തുമ്മിയാലേ നിങ്ങൾ അറിയാതെ തന്നെയല്ലേ പറയാം അൽഹംദുലില്ലാ എന്ന്? അല്ല, കാണാൻ പിടിച്ചു വെച്ചാലല്ലോ അൽഹംദുലില്ലാ, അതായിപ്പോയി. ഫോൺ എടുത്താൽ ഹലോ എന്ന് പറയാന്നുള്ളത് ആരും കാണാൻ പിടിച്ചു വെച്ചല്ല. ഹലോ അസ്സലാമു അലൈക്കും ആദ്യ പ്രയോറിറ്റി എതിനാ കൊടുക്കുക? ഹലോയ്ക്കാ കൊടുക്കുക. സലാമിന് രണ്ടാമതാണ് സ്ഥാനം കൊടുക്കുക, അല്ലേ? ഹലോ അസ്സലാമു അലൈക്കും അല്ല, അസ്സലാമു അലൈക്കും ഹലോ എന്ന് പറയുന്നവരാരുണ്ട്? അത് എന്താ സംഭവം? അത് അങ്ങനെ നമ്മൾ ശീലിച്ചു പോയി. അതങ്ങനെ ശീലിച്ചു വെച്ച കുറെ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ നിലവിൽ ഇങ്ങനെ നടപ്പിൽ വരുത്തുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ട് നമുക്കത് പെട്ടെന്ന് അങ്ങനെ തന്നെ നമുക്ക് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പൊ റബ്ബി അല്ലാ, എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് ഇവിടെ കാണിച്ചു കൊടുത്താല് ഖബറിൽ ചെല്ലുമ്പോൾ ആരാ നിന്റെ റബ്ബ്? അല്ലാ.
അല്ലാഹ് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. നമ്മൾ അതിനുവേണ്ടി പണിയെടുക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ എന്താ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനാ അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന് ആര് പറഞ്ഞു? അത് പറയൽ മാത്രമല്ല, സുമ്മസ്തഖാമൂ, അത് നടപ്പിൽ വരുത്തി കാണിച്ചു കൊടുക്കണേ. എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന് അവൻ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കണം. അതാണ് വേണ്ടത്, ഇസ്തിഖാമത്ത്. ഇസ്തിഖാമത്ത്. നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത്, മുഹമ്മദേ ഖുൽ റബ്ബി അല്ലാഹുമ്മസ്തഖീം, നബിയേ നിങ്ങൾ അല്ലാഹുവാണ് എന്റെ റബ്ബെന്ന് പറയണേ. സുമ്മസ്തഖീം, അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണമേ. ആ ഒരൊറ്റ വാക്കാണ്, ഇല്ല ഞാൻ വരില്ല ഉപ്പാ, നിങ്ങൾ ഇന്നഹു ലൈസ മിൻ അഹ്ലിക് ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്. ഖുർആനാണ്. ഖുർആൻ ആർക്ക് സംശയം വേണ്ട. നൂഹ് അവനെ നീ വിളിച്ചിട്ട് വന്നില്ല, അനുസരണ ഇല്ലാത്തവനാണ്, അനുസരണ കെട്ടവൻ. അവൻ നല്ലവനല്ല, അത് നിന്റെ കുടുംബക്കാരനല്ല. വിട്ടേക്ക്. നമ്മുടെ മക്കളൊക്കെ കാഫറിന്റെ കൂടെ പോകുമ്പോൾ ഈ വാക്ക് ഉപയോഗിച്ചോളി, പോട്ടെ, എന്റെ മോനല്ല കേട്ടോ, എന്റെ മോളല്ല കേട്ടോ. ഭാഗ്യമില്ല, തൗഫീഖില്ല. ഈമാൻ എന്ന് പറയുന്ന ഒരു കാര്യം വെറുതെ കിട്ടൂല. അത് ഞാനിപ്പോ നിസ്കരിച്ചത് കൊണ്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. അർശിലേക്ക് നോക്കി പ്രസംഗിച്ചു കൊണ്ടിരുന്ന, അർശിലേക്ക് നോക്കി എഴുതിക്കൊണ്ടിരുന്ന, അർശിലേക്ക് നോക്കി ഇതേപോലെ ജനങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ബൽആം ഇബ്നു ബാഖൂറയ്ക്ക് അല്ലാഹു തആല കൊടുത്തില്ല ഹിദായത്ത്, കൊടുത്തില്ല. ബൽആം ഇബ്നു ബാഖൂറയെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, പട്ടി, നായി, നായി. അല്ലാഹു വിളിച്ച് വിളിയാണ്, മസലുഹു കമസലിൽ കൽബ്, അവന്റെ ഉദാഹരണം നായുടെ ഉദാഹരണം പോലെയാണ്. പറഞ്ഞ വാക്ക് എന്തൊരു നമുക്ക് പറ്റുമോ? നമ്മളെ ആരെങ്കിലും നോക്കിയാ പോടാ പട്ടി എന്ന് പറഞ്ഞാൽ തീർന്നവന്റെ കാര്യം. നമ്മളെ നോക്കിയാ നായിന്റെ മോനെ ഒരുത്തൻ വിളിച്ചുള്ള രംഗത്തായിരിക്കും. നമ്മളെ നോക്കിയിട്ട് ഒരാൾ വിളിച്ച എന്തായിരിക്കും രംഗത്തായിരിക്കും. പിന്നെ അവൻ സുബൈക്ക് കാണുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം ഒരു നികൃഷ്ടമായ ഒരു വാക്കാണത്, ഒരു നികൃഷ്ടമായ ഒരു വാക്കാണത്. പക്ഷെ അല്ലാഹ് ഇവിടെ ഉപയോഗിച്ച വാക്കാണ്, ഖുർആനാണ്. ഈ പണ്ഡിതനെ കുറിച്ച് പറഞ്ഞ വാക്കെന്താ? മസലുഹു കമസലിൽ കൽബ് ഇൻ തഹ്മിൽ അലൈഹി യൽഹസ് ഔ തത്റുകുഹു യൽഹസ്. നാക്കിട്ട് ഇങ്ങനെ ഈളൊക്കെ ഒഴുകിക്കൊണ്ടേയിരിക്കുക നായി. പട്ടി പോകുന്ന അങ്ങനല്ലേ? എപ്പം പട്ടി, ഇതാണ് നായി പോണത്. ഇതേപോലെയാ. അതേപോലെ ഒരു ഉദാഹരണമാണ്. അർശിലേക്ക് നോക്കിയിട്ട് പ്രസംഗിച്ചു കൊണ്ടിരുന്ന ഒരു പണ്ഡിതനെ അല്ലാഹു ഖുർആനിൽ പരിചയപ്പെടുത്താം. പടച്ചവൻ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ നമുക്കൊക്കെ ഹിദായത്ത് അവർക്കൊന്നും കിട്ടാത്തത് അല്ലാഹു നമുക്ക് തന്നില്ലേ? അതിൽ നിങ്ങൾക്കൊരു സന്തോഷമില്ലേ? അല്ല, നമുക്കൊരു സന്തോഷമില്ലേ? നമ്മൾ അവിടെ പോയി ബിംബത്തിൻ്റെ മുന്നിലും അതിൻ്റെ മുന്നിലും പോയി കുനിഞ്ഞിരിക്കാനും, നമ്മുടെ ശിരസ്കനാകാനും, നമ്മൾ പോയി കോമൂത്രം കുടിക്കാനും, നമ്മൾ പോയി ചാണകം വാരി തിന്നാനും, നമ്മൾ പോയിട്ട് മൂത്രമൊഴിച്ച കഴുകാതിരിക്കാനും, ഇതൊക്കെ പഠിപ്പിച്ച സംസ്കാരം അല്ല നമ്മുടെ സംസ്കാരം. ഇതല്ല നമ്മുടെ സംസ്കാരം. ഇന്നല്ലാഹ തയ്യിബുൻ യുഹിബ്ബുത് തയ്യിബാ ഇന്നല്ലാഹ നളീഫുൻ യുഹിബ്ബുൻ നളാഫ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതതഹിരീൻ. അല്ലാഹു ശുദ്ധി ഇഷ്ടപ്പെടുന്നവനാണ്, അവൻ ശുദ്ധിയുള്ളവനാണ്, വിശുദ്ധനാണ്, പരിശുദ്ധനാണ്. അവൻ വിശുദ്ധിയെ അവൻ ഇഷ്ടപ്പെടുന്നു എന്ന് ഖുർആൻ പറയുമ്പോ ഏറ്റവും നല്ല വിശുദ്ധി എന്ന് പറയുന്നത് ശിർക്കിൽ നിന്ന്, കുഫ്റിൽ നിന്ന് ഹിദായത്തിലേക്ക്, തൗഹീദിലേക്ക്, അല്ലാഹുവിലേക്ക് മടങ്ങി വരലാണ് ഏറ്റവും വിശുദ്ധി. ഏറ്റവും നല്ല വിശുദ്ധി അതാണ് റബ്ബി അല്ലാ. ആരാ? മൻ റബ്ബുക. കബറി കൊണ്ടുവച്ചിട്ട് നിന്റെ റബ്ബ് ആരാണെന്ന് ചോദിക്കുമ്പോ റബ്ബി അല്ലാ, എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന് പറയണമെങ്കിൽ ഈ ക്വാളിറ്റി നമുക്കുണ്ടായിരിക്കണം. ഇതിനാണ് ഈ ക്ലാസ് എന്നൊക്കെ പറയുന്നത്. ഇതിനൊക്കെയാണ് ഈ വാള്. പക്ഷേ വാളൊന്നും നടക്കൂല. വാളില് പള്ളി പണി, മദ്രസ പണി നടക്കുള്ളൂ. ഉമ്മത്തിന്റെ കാര്യത്തിൽ ഒരിക്കലും രക്ഷപ്പെടൽ ഉണ്ടാവില്ല. പള്ളി പണി, മദ്രസ പണി റാഹത്തായിട്ട് വാതിൽ നടക്കും. ഇപ്പൊ നമ്മുടെ ബാക്കവി ഉസ്താദ് എൻ്റെ അടുത്ത് ഇപ്പോൾ പറഞ്ഞിട്ട്, പൂക്കോടുമ്പോളം പള്ളി പണിയാണ് ഉസ്താദ്, ഒരു ഡേറ്റ് തരണമെന്ന്. അപ്പൊ വാള് ഏതാണ്? എന്തിനു വേണ്ടിയിട്ടുള്ള? ഇഷ്ടികയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് വാള്, സിമെന്റിനുള്ളതാണ് വാള്, മെറ്റിലിനുള്ളതാണ് വാള്. അതാണ് നമ്മൾ പഠിക്കേണ്ട. റസൂലുള്ളാഹി തങ്ങളെ സ്വഹാബത്തിനെയും സ്വഹാബത്ത് വനിതകളെ ഒരുമിച്ച് കൂട്ടി ഇരുത്തിയിട്ട് ഇങ്ങനെ ചെറുക്കനെ പഠിപ്പിച്ചു കൊടുത്തു, ക്ലാസ് എടുത്തു കൊടുത്തു.
ചില ക്ലാസ്സുകളൊക്കെ കേട്ടാൽ നമുക്കൊരു പക്ഷെ നാണക്കേട് തോന്നും. ഇപ്പം ഈ യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് ഇതെടുത്തിട്ട് വെറുതെ ഇട്ട് അലക്കും, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഉമ്മു സലമ റളിയല്ലാഹു തആല ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. സ്ത്രീകളാണല്ലോ കൂടുതൽ. എന്ത് വിഷയം വന്നാലും അവർ പോയിട്ട് നബിതങ്ങളോട് ചോദിച്ചു പഠിക്കും. ഇൽമെന്ന് പറഞ്ഞ സാധനം അതാണ്. നമ്മൾ ചോദിക്കാതെ ഈ ഇസ്ലാമിക ശരീഅത്തിന്റെ ഒരു നിയമവും നമ്മൾ ചെയ്യരുത്, ചോദിച്ചു പഠിക്കണം. ഉമ്മു സലമ റളിയല്ലാഹു തആല, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഹദീസ് പറയാണ്, ഹദീസാണ് സംഭവം. ഉമ്മു സലമ റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്ന് ചോദിച്ചു, ഒരു പെണ്ണ് സ്വപ്നം കണ്ടു രാത്രി, അവൾക്ക് സ്ഖലനം ഉണ്ടായി, അവൾ കുളിക്കണോ? റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി കൊടുത്തു, ഉമ്മു സലമ, സ്വപ്നം കണ്ടിട്ട് നിന്റെ ശരീരത്തിന്റെ ഔറത്തിന്റെ ഭാഗം നനഞ്ഞോ? ഈ വെള്ളം വീണ് നനയുന്നത് പോലെ നനഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ചോദിച്ചപ്പം ഉമ്മു സലമക്ക് നാണം തോന്നിയപ്പോ റസൂൽ ഇങ്ങനെ ചോദിച്ചപ്പോ, ഇങ്ങനെ ചോദിക്കുമെന്ന് അറിഞ്ഞില്ലല്ലോ, മസലയാണ്, അതിനകത്ത് ചോദിക്കാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. അതിനാണ് ഡോക്ടർമാരോടും വക്കീലന്മാരോടും കള്ളം പറയരുതെന്ന് പറയുന്ന കേസ് എങ്ങനെയാണെന്നുള്ളതിന് അത് യാഥാർത്ഥ്യത്തിൽ കൊണ്ടുവരാൻ ചോദിക്കുന്നതിന് കൃത്യമായി മറുപടി കൊടുക്കണം, എന്നാലേ അറിയാൻ പറ്റുള്ളൂ. ഒരു രോഗി അടുത്തേക്ക് വരുമ്പോൾ ആ രോഗം എങ്ങനെയാണ് സംഭവം മുഴുവൻ വേണം. ഏതെങ്കിലും ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു കൗൺസിലർ, അതെ, ഒരു പെണ്ണിനെ ആണിനെ കൗൺസിൽ ചെയ്യാൻ വരുമ്പോൾ ഉള്ള സത്യം പറയണം, എന്നാലേ നമുക്ക് അതിന് പരിഹാരം കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഇസ്ലാമിക നിയമമാണ് ഒരു പെണ്ണ് വന്ന് ചോദിക്കുന്നത്. റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ റസൂലിനോട് ചോദിക്കണം, ഒരു പെണ്ണ് സ്വപ്നം കണ്ടു, അവൾക്ക് ഇങ്ങനെ സ്ഖലനം ഉണ്ടായി, എന്ത് ചെയ്യണം? റസൂലുള്ളാഹി തങ്ങളപ്പോൾ ചോദിച്ച മറുപടി ഇതാണ്. കാരണം ചില ആളുകൾ സ്വപ്നം കാണും, സ്ഖലനം ഉള്ളതായിട്ട് സ്വപ്നം കാണും, ശാരീരികമായി ആരെയോ ബന്ധപ്പെടുന്നതായിട്ട് സ്വപ്നം കാണും, ഇന്ദ്രിയം പോയതായിട്ട് സ്വപ്നം കാണും, പക്ഷെ രാവിലെ നോക്കുമ്പോൾ ഒന്നും കാണൂല, സ്വപ്നമായിരുന്നത്, വേറെ ഒന്നും കണ്ടിട്ടില്ല. അതാ റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെ ചോദിച്ചത്. അങ്ങനെ നിങ്ങളുടെ ശരീരത്തിൽ അങ്ങനെ ഒരു വെള്ളമയം നിങ്ങൾ കണ്ടാൽ അവൾ കുളിക്കണം എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. പക്ഷെ സ്വപ്നം കണ്ടപ്പോ ഇങ്ങനെയൊക്കെ തോന്നിപ്പോയി, പക്ഷെ നനവില്ല, അവള് കുളിക്കണ്ട. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ഈ മസല നമ്മൾ മനസ്സിലാക്കണ്ടേ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് വനിതകൾ വന്ന് കാര്യമായ രീതിയിൽ ഈ മസലകൾ, ദീനിന്റെ മസലകൾ ചോദിച്ചിട്ട് അവരിത് പ്രവർത്തിക്കുകയുള്ളൂ. കാരണം ഇല്ല എങ്കിൽ നമ്മൾ ഈ ഒരു തെറ്റുമായിട്ട് ഇബാദത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആ ഇബാദത്ത് ഒരുപക്ഷെ സ്വീകരിക്കപ്പെടാതെ പോയാൽ ആഖിറത്തിൽ നമ്മൾ നഷ്ടവാളികളായി പോകും. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ഇൽമ് നമ്മൾ ആലിമീങ്ങളോട് ചോദിച്ചു പഠിക്കണം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. നമ്മളിപ്പോ ഇവിടെ ഒരു ക്ലാസ് ഇവര് ഇങ്ങനെ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ സംഘടിപ്പിച്ച് ഒരു ഒരു വാളല്ല, നിങ്ങൾ വാളായിട്ട് പ്രതീക്ഷിക്കുകയും വേണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ ഇച്ചിരി നീട്ടുന്നേ ഉള്ളൂ. വാളല്ല കാര്യം, നമുക്ക് കുറച്ച് ക്ലാസ് കാര്യങ്ങൾ പഠിക്കാനാണ് നമ്മൾ നിയത്തി ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ പെണ്ണുങ്ങളെ സഹോദരിമാരെ എല്ലാം ഒരുമിച്ച് കൂട്ടി ചുമ്മാ പാതിരാത്രി വരെ നമ്മൾ അടിച്ചുവിട്ടുള്ള വാത് നമ്മൾ ആഗ്രഹിക്കുന്നുമില്ല. എല്ലാം ഒരു 9-9:30 തീർത്തിട്ട് തടി സലാമത്താക്കണം, ചാപ്പാടും തിന്നിട്ട് പോയിക്കോണം. അതാണ് അതിന്റെ തർത്തീവ്. കൂടുതൽ പ്രസംഗിച്ചിട്ട് വലിയ കാര്യമില്ല. കൂടുതൽ പ്രസംഗിച്ചിട്ട് ആരെങ്കിലും നന്നാ ചരിത്രമുണ്ടോ? 2013 മുതലൂടെ പരിപാടി നടത്തിയിട്ടുണ്ട്. ഞാൻ നന്നായിട്ടില്ല, പിന്നെ നിങ്ങൾ നന്നാവാൻ പോകും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതാ പിന്നെ പഠിക്കുക, കുറേശ്ശെ നമ്മൾ അമൽ ചെയ്യാൻ വേണ്ടി കുറേശ്ശെ പഠിക്കും ഇൻഷാ അല്ലാഹ്. അത് മതി. കുറേശ്ശെ കഴിക്കും. വിശപ്പുള്ളപ്പോൾ ഭക്ഷണം കഴിക്കുക, ചുമ്മാ അടിച്ചു വാരി തിന്നാതെ കുറേശ്ശെ കഴിക്കാം. 3 നേരത്തെ ഭക്ഷണം 6 നേരമായിട്ട് കഴിക്കുക, കുഴപ്പമില്ല, കഴിച്ചോളൂ. ഇറച്ചിയെല്ലാം കഴിക്കാം, പക്ഷെ നമുക്ക് വിശക്കുമ്പോഴേ കഴിക്കാവൂ, ആവശ്യമൊന്നും കാണുമ്പോഴേ കഴിക്കാവൂ. ഇതിപ്പം പോയപ്പം നല്ല സൂപ്പർ കുട്ടൻ ബിരിയാണി, മട്ടൻ ബിരിയാണി അടിച്ചെന്നും പറഞ്ഞ് വെച്ച് അങ്ങോട്ട് കീച്ചി കൊടുക്കുക. അപ്പൊ പിന്നെ പല രോഗങ്ങളുണ്ടാവും. കുലു വഷ്റബു വലാ തുസ്രിഫു, അല്ലാഹ് പറഞ്ഞ വാക്കാണ്. നിങ്ങൾ തിന്നോളിയും കുടിച്ചോളിയും, പക്ഷെ അമിതമായി നിങ്ങൾ ഉപയോഗിക്കരുത്. ഇത് ഖുർആൻ പറഞ്ഞ വാക്കാണ്, അത് ശ്രദ്ധിക്കണം. അതിന് ഇൽമ വേണമല്ലോ. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇതുപോലുള്ള ചെറിയ സദസ്സുകൾ സംഘടിപ്പിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട സ്വഹാബത്ത് വനിതകൾ നബി തങ്ങളോടൊന്ന് പറഞ്ഞത്. ഇൽമിന് വലിയ മഹത്താണ് നൽകുന്നത് ഇസ്ലാം. ഞാൻ പറഞ്ഞുതരാം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമ്മളെ സൃഷ്ടിച്ചത് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല സുന്ദര മാതൃകയിലാണ് അള്ളാഹ് നമ്മളെ സൃഷ്ടിച്ചത്. നല്ല സുന്ദരനാക്കിയിട്ടല്ലേ, നല്ല സുന്ദരനും സുന്ദരിയാക്കിയിട്ടല്ലേ അള്ളാഹ് നമ്മളെ സൃഷ്ടിച്ചത്. ഏറ്റവും നല്ല അള്ളാഹ് പറഞ്ഞ വാക്കാണ്. ഏറ്റവും നല്ല അവസ്ഥയിൽ അള്ളാഹ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. യാ അയ്യുഹൽ ഇൻസാൻ, ഏ ജനങ്ങളെ,
മാ ഗർറക ബിറബ്ബിക്കൽ കരീം. ഉദാരനായ റബ്ബിൽ നിന്ന് നിന്നെ തെറ്റിച്ചു കളഞ്ഞ വസ്തുത ഏതാ? അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക. എത്ര നല്ല സുന്ദരനായി സുന്ദരിയായി നല്ല അംഗലാവണ്യത്തോടെ അള്ളാഹു നിന്നെ സൃഷ്ടിച്ചില്ലേ? ഈ സൗന്ദര്യം നൽകിയ പടച്ച തമ്പുരാനെ നീ മതിമറന്നു പോവുകയാണോ? അവനെ നീ മറന്നു പോവുകയാണോ? അവനിൽ നിന്ന് നിന്നെ തെറ്റിച്ച് കളഞ്ഞത്, വഞ്ചിച്ച് കളഞ്ഞത് ഏത് വസ്തുവാണ്? അള്ളാഹു ചോദിക്കണം. ഇവിടെ അള്ളാഹു ഉപയോഗിച്ചൊരു വാക്ക് കേട്ടോ, മാ ഗർറക ബിറബ്ബിക്കൽ കരീം. കരീമായ അള്ളാഹുവിൽ നിന്ന് നിങ്ങളെ ആരാണ് തെറ്റിച്ച് കളഞ്ഞത്? കരീമായ അള്ളാഹ്, ഉദാരനായ അള്ളാഹ്, ഉദാരമതിയായ അള്ളാഹ്, ഔദാര്യവാനായ അള്ളാഹ്. അവനല്ലേ നിന്നെ നല്ല രീതിയിൽ സൃഷ്ടിച്ചത്. പിന്നെ എന്തിനാ പിന്നീട് പോയി ബ്യൂട്ടീഷ്യനിൽ ആവശ്യമില്ലാത്തൊക്കെ ഉണ്ടാക്കാൻ പോണത്? നല്ല രീതിയിൽ അല്ല നിനക്ക് സൗന്ദര്യം തന്നില്ലേ, പിന്നെ എന്തിനാ അതിനപ്പുറത്ത് ഉണ്ടാക്കാൻ പോണെന്നാ അള്ളാഹു തആല ചോദിക്കുന്നത്. എന്നിട്ട് അടുത്ത ആയത്തിൽ അള്ളാഹു തആല പറയുന്നത് വേറെ, ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് اقرأ وربك الأكرم اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. അല്ലാഹു ആദ്യമായിട്ട് ഇറക്കിയ ആയത്താണ് ഇഖ്റാ. എന്താ പറഞ്ഞത്? എന്തിനാണ് ഈ സദസ്സ് സംഘടിപ്പിച്ചത്? ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് നിങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിട്ട് സമയം കളയാനല്ല, സമയം പാഴാക്കാനല്ല. ആദ്യമായി ഇറങ്ങിയ ആയത്ത്, അതിന്റെ ഗൗരവം എന്തെന്ന് മുസ്ലിം ഉമ്മത്തെ നിങ്ങളൊന്ന് പഠിക്കണേ. അതിന് അല്ലാഹു നമ്മൾക്ക് ഇതാ അറിയിച്ചു തരുന്ന തത്വമാണ് ഇഖ്റാ. വായിക്കണേ, വായിക്കണേ. എത്ര വലിയ വാക്കാ! ആദ്യമായിട്ട് നിസ്കരിക്കാനല്ല പറഞ്ഞത്, നോമ്പെടുന്നല്ല പറഞ്ഞത്, നോമ്പെടുക്കാനല്ല പറഞ്ഞത്, നിസ്കരിക്കാനല്ല പറഞ്ഞത്, ഖുർആൻ ഓതാനല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? വായിക്കടാ, വായിക്ക്, ഇഖ്റ, വായിക്കേ. റീഡിങ്, റീഡിങ്, വായനശാല, റീഡിംഗ് സെന്റർ, ഇതൊക്കെ എവിടെ തുടങ്ങിയതാ? ഖുർആനല്ലേ, ഖുർആനല്ലേ പഠിപ്പിച്ചത്. വായിക്ക്, വായിക്ക്, വായിച്ചാലല്ലേ പഠിക്കാൻ പറ്റുള്ളൂ, മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വായിക്ക്, ഇഖ്റ, പഠിക്ക്, വായിക്ക്.